വണക്കം, ദിസ് ഈസ് Travcup. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പെറ്റായ ഗോൾഡൻ റിട്രീവർ മിലിയെ പറ്റിയിട്ടാണ്. മിലി ഞങ്ങൾ മേടിക്കുന്ന 2018 മെയില് ട്രിവാൻഡ്രത്തുള്ള സതീഷ് കെനൽസ് എന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മിലിയുടെ കുറച്ച് കുസൃതികളും മിലിയുടെ കുറച്ച് റുട്ടീൻ കാര്യങ്ങളൊക്കെയാണ്. അതായിരുന്നെങ്കിൽ പറഞ്ഞു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മിലി മെയിൻലി കഴിക്കുന്നത് 2 മുട്ടയും 2 പുഴുങ്ങിയ മുട്ടയും 1 ഗ്ലാസ് പാലുമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോൾ കുറച്ച് റോയൽ കെനൻ കഴിക്കും, അല്ലെങ്കിൽ ഹിമാലയയുടെ ബിസ്ക്കറ്റ് ഉണ്ട് ചെറിയ ട്രീറ്റ്സ്, അത് കഴിക്കും എവിടെയെങ്കിലും. പിന്നെ ഉച്ചയ്ക്ക് ഒരു 1-2 മണിയൊക്കെ ആകുമ്പോൾ ചോറ് കഴിക്കും. ചോറും ചിക്കനും ആണെങ്കിൽ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. അപ്പം ചോറ്, ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കും. പിന്നെ അതിൻ്റെ കൂടെ എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്യാറുണ്ട്. ഇതിന് ഏറ്റവും ഇഷ്ടമുള്ളത് പംകിനും സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അതുകൊണ്ട് അത് മിക്കവാറും ആഡ് ചെയ്യാറുണ്ട്. അല്ലാതെ ക്യാരറ്റ്, ബ്രോക്കോളി എന്ത് കൊടുത്താലും കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈവനിങ് ഒരു 6-6:30 ടൈമിൽ വീണ്ടും നമ്മൾ ഒന്നെങ്കിൽ ഓയിക്കനെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹിമാലയയുടെ ചെറിയ ബിസ്ക്കറ്റ്, ഇത് രണ്ടിൽ ഏതെങ്കിലും എണ്ണം കൊടുക്കും. പിന്നെ ഇത് കൂടാതെ എല്ലാ സാധനങ്ങളും കഴിക്കും. സ്നാക്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, നമ്മൾ എന്ത് കഴിച്ചാലും അതിന് വേണം. അതിനൊരു ചോദിച്ച് മേടിച്ചോളും. അത് ഇന്നലെ കഴിക്കുന്നൊന്നുമില്ല, എന്ത് കൊടുത്താലും കഴിക്കും. ഗോൾഡൻ റിട്രീവേഴ്സ് ബേസിക്കലി നല്ല മെയിൻ്റെനൻസ് ഉള്ള ഡോഗാണ്. അപ്പൊ നമ്മൾ മിലിയെ തന്നെ എല്ലാ ആഴ്ചയും നമ്മൾ കുളിപ്പിക്കണം. എന്നിട്ട് കുളിപ്പിച്ചിട്ട് ഹെയർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കോംബ് ചെയ്യണം. കോംബ് ചെയ്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് താഴേക്കല്ല, നമ്മൾ തിരിച്ച് ഫുൾ കോംബ് ചെയ്തിട്ട് ചെയ്താലേ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പം ആഴ്ച ഒരിക്കലും കുളിപ്പിക്കുകയുള്ളെങ്കിലും ഡെയിലി കോംബ് ചെയ്യണം, അത് കമ്പൽസറി ആണ്. കാരണം ഇതിന്റെ ഹെയർ നന്നായി നല്ല സ്മൂത്ത് സിൽക്കിയൊക്കെ ആവുള്ളൂ. ഇതിനെ കുളിപ്പിക്കുമ്പോൾ ഞങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടിക് ഫ്രീ ഷാംപൂ ആണ്. അതേപോലെ തന്നെ കുളിച്ചു കഴിഞ്ഞ മുടി നല്ല ഉണങ്ങിയതിന് ശേഷം ഹിമാലയയുടെ ടിക് ഫ്രീ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അധികം ചെള്ളും പെയിനൊന്നും വരത്തില്ല. ഇത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കാര്യം എന്താ വെച്ചാൽ ഇത് വെളിയിലേക്ക് കളിക്കാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും ചെള്ളും പെയിനൊക്കെ വരും. പിന്നെ മുടി ഉള്ളതുകൊണ്ട് അത്ര എളുപ്പമല്ല കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് ഇടുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കുള്ളൂ. വയറിന് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് ഹിമാലയയുടെ ഡൈജസ്റ്റോൺ എന്ന് പറയുന്ന ഒരു ടോണിക്കാണ്. ഹെയർ നല്ല ഷൈനി ആവാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് മൈവ്യൂ എന്ന് പറയുന്ന ഇതൊരു പേസ്റ്റ് ആണ്. ഇതൊരു 2 ദിവസത്തെ ഒരിക്കൽ ചോറിലൂടെ അല്ലെങ്കിൽ മിലി അല്ലാതെ കഴിച്ചോളും. മിലി ഒരു 2-year-old ഗോൾഡൻ റിട്രീവർ ആണ്. ഇതൊരു ഭയങ്കര ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അല്ല, ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡ് റിട്രീവർ ആണ്. ശരിക്കും പറയേണ്ട ആവശ്യമില്ല, ഗോൾഡൻ റിട്രീവേഴ്സ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കര സ്വീറ്റ് ആണ്. മാത്രമല്ല ഒരുപാട് നേരം ഒന്നും ഒറ്റയ്ക്കിട്ട് പോകാൻ പറ്റില്ല, ഭയങ്കര വിഷമമാണ്. കാര്യം ഇമോഷൻസ് ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു സ്പീഷീസ് ആണ് ഈ ഗോൾഡൻ റിട്രീവർ. പിന്നെ എപ്പോഴും ഭയങ്കര പ്ലേ ആണ്. അതിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കളിയാണ്. അപ്പോൾ നമ്മൾ 24 മണിക്കൂർ കളിച്ചാലും അതിന് സന്തോഷമേ ഉള്ളൂ. പിന്നെ എപ്പോഴും കൂടെ ആരെങ്കിലും ഒക്കെ വേണം. പിന്നെ നമ്മൾ ഇപ്പൊ ഡോഗ്സിനെ മേടിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ആദ്യത്തെ വാക്സിനേഷൻസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ബുക്ക് കീപ്പ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് അധികം വാക്സിനേഷൻസ് ഉണ്ട്, അപ്പൊ നമുക്ക് ചിലപ്പോൾ ഓർമ്മ കാണില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഹെൽത്ത് റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് വാക്സിൻ എടുത്തു, എന്തൊക്കെ മരുന്ന് കൊടുത്തു, അതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇത് ആക്ച്വലി ഒരിക്കൽ മിലി എടുത്ത് നോക്കിയതാണ്, ഈ സൈഡ് പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ വീണ്ടും റീറൈറ്റ് ചെയ്ത് വേറൊരു ബുക്കിലേക്ക് ആക്കേണ്ടി വന്നിട്ടുണ്ട്. ഓരോ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ അവരത് കറക്റ്റ് സൈനും എന്നാണ് എടുത്തത് ഇതൊക്കെ. കാരണം എല്ലാ വർഷവും ഇതിൻ്റെ ഒരു ബൂസ്റ്റർ ഇഞ്ചക്ഷൻ വരും. നമ്മൾ ഏത് ഇഞ്ചക്ഷൻ എടുത്താലും, റേബീസ് ആണെങ്കിലും പാർവോവൈറസ് അങ്ങനെ ഒരുപാട് ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ചാർട്ടാണിത്.
പെറ്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് ശരിക്കും ലോക്ക്ഡൌണിന്റെ സമയത്താണ്. കാര്യം ലോക്ക്ഡൌൺ ആരംഭിച്ച മാർച്ചിലൊക്കെ നമുക്കറിയാം നമുക്ക് എവിടെ പോകാൻ പറ്റില്ലായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ മടുത്ത് ബോറടിച്ച ഒരു വഴിയായി. പക്ഷെ ആ സമയത്തൊക്കെ ശരിക്കും നമ്മുടെ വീട്ടിൽ ഒരു പെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. ഭയങ്കര രസമായിരുന്നു, ഫുൾ ടൈം എൻഗേജിങ് ആണ്. പിന്നെ ഇവർക്കും ഒരു ഭയങ്കരമാണ്. കാര്യം സാധാരണ നമ്മൾ രാവിലെ ഓഫീസിൽ പോകുന്നു, വൈകിട്ട് വരുന്നു, സമയം ഭയങ്കര കുറവല്ലേ. പക്ഷെ ആ സമയത്ത് ഇതിനെ ഇപ്പൊ മിലിക്കൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു കാര്യം പറയാനാണ്. നിങ്ങൾക്ക് ഒരു പെറ്റിനെ മേടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പെറ്റിനെ നിങ്ങൾ മേടിക്കണം. കാരണം നമ്മൾ എത്ര വിഷമിച്ചാണ് നമ്മുടെ വീട്ടിൽ കയറി വരുന്നതെങ്കിലും മിലിനെ കാണുമ്പോൾ നമ്മുടെ എല്ലാ വിഷമവും മാറും. കാര്യം അതിന്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കര വെൽക്കം ചെയ്ത് ഡെയിലി നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ്. അത്ര ഒരു സന്തോഷം തരുന്ന ഒരു ഡോഗാണ് കേട്ടോ ഈ പ്രത്യേകിച്ച് ഗോൾഡൻ റിട്രീവേഴ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. മിലിയുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മിലിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേജിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിലൊന്ന് കയറി നോക്കാം. മിലി ദ ഗോൾഡൻ റിട്രീവർ എന്നാണ്. എല്ലാവരും ഫോളോ ചെയ്ത് മിലിനെ സപ്പോർട്ട് ചെയ്യണം അല്ലേ.